അലീന ഇങ്ങനെ മുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ അക്ഷമയായിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, മുകളിലേക്ക് നോക്കി നിൽക്കുക കേട്ടോ. ആ സമയത്താണ് റൂബി റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണുന്നത്. റൂബി ധൃതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് അലീന അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് വളരെ രൂക്ഷമായിട്ട് അലീനയെ നോക്കുകയും വീണ്ടും മുകളിലേക്ക് തന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനയെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അലീനയെ വളരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് റൂബി പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി പോവാട്ടോ. ധൃതിയിലായിട്ട് ഓടി പോവുക ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ. അതിനുശേഷം വീണ്ടും ഓടി പോവുകയാണ്. അലീന ഇങ്ങനെ ആകെ സംശയിച്ച് അവിടെ നിൽക്കുകയാണ്. അതേസമയം രോഹിത്താണെങ്കിൽ റൂമിൽ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ ഇങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറയണം. എടാ ഇങ്ങോട്ടേക്ക് നോക്കടാ എന്ന് പറയുമ്പം രോഹിത്ത് നോക്കുന്നില്ല കേട്ടോ. തല താഴ്ത്തി തന്നെ അങ്ങനെ നിൽക്കണം. ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ അച്ഛന് നിന്നെപ്പറ്റി ഒരുപാട് സങ്കല്പമുണ്ട്, ഒരു വലിയ സങ്കല്പമുണ്ട്, നീയായിട്ട് അത് തകർത്ത് കളയരുത് എന്ന് പറയണം. എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. പുറകെ വളരെ ദേഷ്യത്തോടെ വന്നിട്ട് കതക് വലിച്ചടക്കിയാണ് രോഹിത്ത്. ആ സമയത്ത് ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ ആ ഡോറിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് പിന്നീട് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്. എല്ലാ സാധനങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ, എടാ രോഹിത്തെ കതക് തുറക്കടാന്ന് പറഞ്ഞിട്ട് ഡോറയിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. പക്ഷേ രോഹിത്ത് തുറക്കുന്നില്ല. സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും താഴെ വീണ് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും വാതിലേൽ മുട്ടുകയാണ്. ആ സമയത്ത് എന്താ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വാതിൽ തുറക്കുകയാണ് രോഹിത്ത്. ആ സമയത്ത് എന്നതാടാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, എന്ത് തെമ്മാടിത്തരാടാ നീ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കണം. ആ സമയത്ത് കയ്യിലിരുന്ന ടൈം പീസാണെന്ന് തോന്നുന്നു, അതെടുത്ത് താഴേക്ക് വലിച്ചെറിയാണ്. ഇതുകൂടി ഇപ്പോൾ ബാലചന്ദ്രൻ്റെ എല്ലാ കൺട്രോളും പോവുകയാണ്. രോഹിത്തിൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണാണ്ട് പൊട്ടിക്കുകയാണ്. നിനക്ക് കലിപ്പ് തീർന്നില്ല അല്ലടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ അതും കൂടി കിട്ടിയപ്പോൾ ദേഷ്യം ഇരട്ടിക്കുക കേട്ടോ. നിനക്ക് കലിപ്പ് തീർന്നില്ല അല്ലേടാ, ഓക്രിത്തരം കാണിച്ചതും പോരാ, നിൻ്റെ കലിപ്പ് തീർന്നില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കണം. നിനക്ക് എന്നെ തല്ലണോ, തല്ലട എന്നെ എന്നാൽ തല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ അവൻ്റെ നേരേക്ക് ചെല്ലുകയാണ്. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സമയത്ത് രോഹിത്ത് നിൽക്കടാന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിടിക്കാൻ പറ്റുന്നില്ല. രോഹിത്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ബാലചന്ദ്രനാണെങ്കിൽ ആകെ തകർന്നു പോയൊരു മനുഷ്യനെ പോലെ ആകെ വിഷമിച്ച് രോഹിത്തിൻ്റെ ഈ പ്രവൃത്തിയിലൊക്കെ ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പാവം ബാലചന്ദ്രൻ ആകെ തകർന്നു പോയിട്ടോ. അയാളാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കരയാണ് രോഹിത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ. അങ്ങനെ രോഹിത്താണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലണം, ധൃതിയിൽ താഴേക്ക് ഇറങ്ങി ചെല്ലണം. അങ്ങനെ സ്റ്റെപ്പിലെത്തിയിട്ട് ഒന്നും കൂടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അലീന അവിടെ നിൽക്കുന്നത് കാണുകയാണ്. അലീനയുടെ അടുത്തേക്ക് വന്നിട്ട്, നീയല്ലടി അച്ഛനെ ഫോൺ ചെയ്ത് വരുത്തിയത് എന്ന് ചോദിക്കുകയാണ്. പറയടി, നീയല്ലേ ഞങ്ങളെ ഒറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അലീന അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ കൈ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറയടി നീയല്ലേടി അച്ഛനെ വിളിച്ച് വരുത്തിയത്, ഞങ്ങളെ ഒറ്റിയത് നീയല്ലേ, പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണ രോഹിത്ത്. അപ്പോൾ അലീനയാണെങ്കിൽ ഒരു ധൈര്യം സംഭരിച്ചിട്ട് അതെ എന്ന് പറയണം, ഞാൻ തന്നെയാണ് വിളിച്ച് വരുത്തിയത് എന്ന് പറയുമ്പോൾ രോഹിത്ത് ആ ഉള്ള ദേഷ്യത്തിൽ അലീനയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുക കേട്ടോ. അലീനയാണെങ്കിൽ വേച്ച് പോയി ആ സ്റ്റെയറിൻ്റെ ആ റിങ്ങിൽ പോയി പിടിക്കുകയാണ്. ആകെ വിഷമിച്ച് പോകണം അലീന, തന്നെ ഇങ്ങനെ അടിച്ചല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ചേച്ചിയാണല്ലോ, തൻ്റെ സഹോദരൻ, തൻ്റെ അനിയനാണല്ലോ തന്നെ അടിച്ചേക്കണേന്നുള്ളൊരു സങ്കടം. അപ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ച് അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇതേ അച്ഛൻ എനിക്ക് തന്നതാണ്, അത് നിനക്കിരിക്കട്ടെ എന്ന് പറയാണ് രോഹിത്ത്. അതിനുശേഷം പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ രോഹിത്ത് റൂബി അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. റൂബി പുറത്തുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ റൂബി അവിടെ എവിടെയും കാണുന്നില്ല. എന്നിട്ട് റൂബി എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓടിപ്പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റിന് പുറത്തേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് രോഹിത്ത്. അവിടെ എവിടെ റൂബിയെ കാണാഞ്ഞിട്ട് പെട്ടെന്ന് ധൃതിയിൽ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് രോഹിത്ത്. അതേസമയം ബാലചന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. ആകെ തകർന്നു പോയൊരു മനുഷ്യനെ പോലെയാണ് ഇറങ്ങി വരുന്നത്. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചോന്നിട്ടുണ്ട്, ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് ബാലചന്ദ്രന്. അലീന താഴെ നിൽക്കുന്നുണ്ട്. അലീനയ്ക്കും ഒരു അടി കിട്ടിയതിൻ്റെ ആ സങ്കടമൊക്കെ ഉണ്ട് അലീനയ്ക്ക്. അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ, ടെൻഷൻ കാരണം തൊണ്ട വരണ്ട് പോയി, തൊണ്ട ഉണങ്ങിയേക്കാണെന്ന് പറയണം. അങ്ങനെ അലീന പെട്ടെന്ന് പോയിട്ട് ലൈം എടുത്തുകൊണ്ടൊന്ന് കൊടുക്കണം. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിപ്പുണ്ട്. ഇത്ര പെട്ടെന്ന് എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണെന്ന് ചോദിക്കണം. അപ്പോൾ ഫ്രഷ് ലൈം അല്ലേന്ന് ചോദിക്കുമ്പോൾ ഫ്രഷാണ്, ഞാൻ രോഹിത്ത് വന്ന സമയത്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ ബാലചന്ദ്രൻ അത് കുടിക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിളിച്ച് പറഞ്ഞത് നന്നായി എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാറ് ഇങ്ങനെ പ്രതികരിക്കരുതായിരുന്നു, സാർ അവരോട് സംസാരിക്കണമായിരുന്നു.
അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ഞാൻ അവരോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സാർ, രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് അവർ ചെയ്തതിൻ്റെ തെറ്റുകൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല രീതിയിൽ അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു എന്ന് പറയാണ് അലീന. ഇതിപ്പോൾ അടിയും പിടിയും വൈരാഗ്യം ഒക്കെ ആയിപ്പോയില്ലേ എന്ന് പറയണ അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്തത് കുറ്റമായിപ്പോയോ, അവൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും മോനും ഇപ്പോൾ ശത്രുക്കളായില്ലേ, അത് ഒഴിവാക്കാമായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണ അലീന. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കിത് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനാരാ സാറിനെ ഉപദേശിക്കാൻ, നീ നിൻ്റെ പണി നോക്കടി എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് അതെനിക്ക് ഇപ്പോഴും പറയാവുന്നതേ ഉള്ളൂ, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും, പക്ഷേ നീ നിൻ്റെ കാര്യം മാത്രമാണോ നോക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് സോറി സാർ, എനിക്ക് ഈ വീട്ടിലുള്ളവരൊക്കെ എൻ്റെ സ്വന്തക്കാരെ പോലെ തന്നെയാണ്, എൻ്റെ സ്വന്തക്കാർ തന്നെയാണ്, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തെറ്റ് കണ്ടാലൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, പിന്നെ നിങ്ങളിൽ ആർക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈജയന്തിക്ക് വേദനിച്ചാലും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നത് പാവമല്ലേ സാർ, മാഡം പാവമല്ലേ, എന്തൊക്കെയോ വിഷമങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്ത് വിഷമം, സ്നേഹമുള്ളൊരു ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, എല്ലാമുണ്ട്, പിന്നെ എന്ത് വിഷമമാണ് അവൾക്കുള്ളത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അലീനയാണെങ്കിൽ ആ സമയത്ത് ആകെ വിഷമിച്ച് പോവാണ്, ഒന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ, ആകെ സങ്കടപ്പെട്ടു പോവാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കുടിച്ച ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അലീന ബ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ മമ്മി, ഞാൻ ഫോൺ വിളിച്ചത് തെറ്റായിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബ്രിജിത്താമ്മ അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് പോലെ കാണിക്കുകയാണ്. നീ ചെയ്തത് ഒരു തെറ്റുമല്ല എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ അടിച്ചത് സാരമില്ല, ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് അവൻ അറിയത്തില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല, എന്നാലും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് നീ ചെയ്തത് ഒരു തെറ്റുമല്ല, നിൻ്റെ അനുജനല്ലേ അവനെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണ സാരമില്ല, അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട കടമ നിനക്കുണ്ട്, നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയണം ബ്രിജിത്താമ്മ. പിന്നീട് മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട് നീ ചെയ്തത് നന്നായി മോളെ, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവർ അച്ഛനും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ നോക്കട്ടെ, അത് അവർ തീർത്തോളും, നീ അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് അലീനയോട് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടി സംസാരിക്കുന്നതാണ്. അവരുടെ സ്ഥിരം സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. നീ എന്ത് പൊട്ടനാ രോഹി, നീ എന്ത് ചെയ്താണ് ചെയ്തത്, ആരെങ്കിലും റൂബി വിളിച്ചോട്ട് സ്വന്തം വീട്ടിലോട്ട് ചെല്ലുമോ എന്ന് ചോദിക്കണം. രോഹിത് ആണെങ്കിൽ ആകെ ടെൻഷനിലും ദേഷ്യത്തിലോട്ടാ, പിന്നെ ഞാൻ എന്താ വേണ്ടത്, പിന്നെ ഞാൻ എവിടെ കൊണ്ടുപോകാനാന്ന് ചോദിക്കണം രോഹിത്. അപ്പോൾ ഹരി പറയുന്നത് വല്ല ഹോട്ടലിലോ റിസോർട്ടിലോ ലോഡ്ജിലോ മറ്റോ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ എവിടെ കൊണ്ടുപോയാലും ഈ പാലായിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എല്ലായിടത്തും അച്ഛനെയും അമ്മയും അറിയുന്ന ആൾക്കാരാണ് എന്ന് പറയണ രോഹിത്. എന്നാൽ നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് വാഗമൺ പൊക്കൂടായിരുന്നു, ഇവിടുന്ന് ആകെ 35 കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഹരി. അതിന് റൂബി വരണ്ടേ എന്ന് പറയണേ. എടാ നീ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഒഴിഞ്ഞു കിടക്കണം, ചുറ്റും റബ്ബറാണ്, അവിടേക്കൊക്കെ അത് സെറ്റപ്പ് സ്ഥലമാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ് എന്ന് പറയണം. ഇനി വിളിച്ചാൽ അവൾ വരുമെന്ന് ചോദിക്കും, ഇനി അവൾ വരത്തില്ല, അച്ഛനവളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കാണെന്ന് രോഹിത് പറയുന്നു. അവളാണ് അത് ഒറ്റ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് രോഹിത് പറയുമ്പോൾ നീ എന്തിനാണ് അലീനയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോയത്, അവളെ വല്ല ടിപ്പും കൊടുത്ത് കൂടെ നിർത്തല്ലേ വേണ്ടത്, ഇന്ന് എൻ്റെ ബെസ്റ്റി വരുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവളൊന്ന് കയ്യിലെടുക്കല്ലേ വേണ്ടത്, അതിന് പകരം അവളോടുള്ള ദേഷ്യവും വാശിയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇതല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി. എന്നിട്ടിപ്പോൾ എന്തായി, 7ൻ്റെ പണി തന്നില്ല അവൾ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നത് ഞാൻ അവളെ വെറുതെ വിടില്ല ഹരി, അവളെനിക്ക് 7ൻ്റെ പണി തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ 14ൻ്റെ പണി ഞാൻ അവൾക്ക് കൊടുക്കേണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ നോ ഡൗട്ട് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം എന്ന് പറയാണ് ഹരി. അവളാണ് ഒറ്റ കൊടുത്തത്, റൂബിയുടെ മുന്നിൽ മാത്രമല്ല അച്ഛൻ്റെ മുന്നിലും എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തു, അതുകൊണ്ട് അവളെ എനിക്ക് പച്ചയ്ക്ക് വലിച്ചു കീറണം എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഹരി പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കാവോ എന്ന് ചോദിക്കുകയാണ്. എന്താ ഞാൻ കൂടെ നിൽക്കാം, എന്തിനും ഞാൻ കൂടെ നിൽക്കാം എന്ന് പറയാം, അവളെ കൊല്ലുന്നതിന് വെച്ച് വേറെ എന്തിനും ഞാൻ കൂടെ നിൽക്കാം എന്ന് പറയാണ് രോഹിത്. എന്നിട്ട് പിന്നെ നീ വാക്ക് മാറരുത് എന്ന് പറയണേ. അങ്ങനെ ഇല്ല ഞാൻ വാക്ക് മാറത്തില്ല എന്ന് പറയണം. അങ്ങനെ കൈ കൊടുത്ത് അവർ കൈ കൊടുക്കണം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോ എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ് ഹരിയോട്. അപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാനൊരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ടേ നമുക്ക് നിൻ്റെ വീട്ടിൽ കൂടാം, നമുക്ക് 2 പേർ കൂടാം, എന്നിട്ട് അലീനെ റൂമിലേക്ക് വിളിച്ച് വരുത്താം എന്ന് പറയണം.
അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് അവൾ വരുമെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് വിളിച്ചു വരുത്താം, ഒരു ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് താഴ്ത്ത് പൊട്ടിക്കാം, എന്നിട്ട് അത് ക്ലീൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താമെന്ന് പറയാണ്. അത് കൊള്ളാം, അങ്ങനെ ചെയ്യാമെന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു സ്പ്രേ കൊണ്ടുവരാം, അത് അവളുടെ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവൾ മയങ്ങി വീണോളൂ എന്ന് പറയണം. അവൾ ചത്തു പോകടോ എന്ന് ചോദിക്കുമ്പം ചത്തു പോകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു മയക്കം അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയണം ഹരി. അപ്പോൾ ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കൈ കൊടുത്ത് പ്ലാൻ ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അങ്ങനെ രാത്രി റൂമിലെത്തുമ്പോൾ വൈജയോട് ചോദിക്കുന്നുണ്ട് രോഹി എവിടെയും ചോദിക്കുമ്പോൾ അവൻ്റെ മുകളിൽ റൂമിലുണ്ട് എന്ന് പറയണം. അപ്പോൾ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്താ പറഞ്ഞില്ലേ വേണ്ട എന്ന് പറയണം. അല്ല എന്തോ ഉണ്ടല്ലോ, എന്താന്ന് പറയാൻ ചോദിക്കുമ്പോൾ അവൻ ഇന്ന് അവൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അതാണോ, അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടാണ് വീട്ടിൽ വന്നത്. അതിപ്പോൾ എന്താ അത്ര വലിയ കാര്യം, അവൻ്റെ ക്ലാസ്മേറ്റോ എന്തെങ്കിലും ആയിരിക്കും, ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് വന്നതായിരിക്കും എന്നൊക്കെ പറയണം വൈജേട്ടോ. നിനക്കതിലൊരു തെറ്റും തോന്നുന്നില്ല എന്ന് ചോദിക്കാൻ. അതിലിപ്പോൾ എന്താ എത്ര തെറ്റ്, അതിൽ ഒരു തെറ്റും തോന്നുന്നില്ല, അവളെയും കൂട്ടി വന്ന് അവൻ്റെ റൂമിൽ കയറിയിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ റൂമിൽ കാണിക്കാൻ കൊണ്ടുപോയതായിരിക്കും എന്ന് പറയണം. അല്ല ഇതെങ്ങനെയുണ്ട് ബാലചന്ദ്രനെ അറിഞ്ഞാൽ ചോദിക്കുമ്പോൾ അലീനെ വിളിച്ചു പറഞ്ഞു. അലീനെ എങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ കലണ്ടറിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ ഷോപ്പിലെയും, അതുപോലെ കാർട്ടും മറ്റും ഉണ്ടല്ലോ, അങ്ങനെയായിരിക്കും. അപ്പോൾ അലീനെ വിളിച്ചു പറഞ്ഞ പോലെ ഉടനെ നിങ്ങൾ അവനെ വിളിച്ചോ ചോദിക്കും. അവനെ വിളിക്കില്ല, ഞാനിവിടെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവളെ പറഞ്ഞു വിട്ടു, ആ പെണ്ണിനെ പറഞ്ഞു വിട്ടു, അതിന് അവൻ ആ റൂമാകെ അടിച്ച് തരിപ്പണാക്കി എന്നൊക്കെയുള്ള രീതിയിൽ പറയണേ. അല്ല അവൾ ആരാ ഇതിലൊക്കെ അന്വേഷിക്കാൻ, വീട്ടുകാരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവളെന്തിനാണ് അത് വിളിച്ച് കുടുംബനാഥനെ അറിയിക്കേണ്ട കാര്യം, അവൾക്ക് എന്താണ്, അവളുടെ ഡ്യൂട്ടി അതൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അവരെന്താ നീ അങ്ങനെ പറയുന്നത്, അപ്പം നമ്മുടെ മോന് ഏത് പെണ്ണിനെ വേണമെങ്കിലും വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാലചന്ദ്രൻ ഇങ്ങനെയൊന്നുമില്ല പെരുമാറേണ്ടത്, അവരെ വിളിച്ച് നല്ല രീതിയിൽ സംസാരിക്കണമായിരുന്നു, അവർ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, എടാപ്പോടാ എന്താണ് തോളിൽ കയറ്റാണ് നടക്കുന്നത്, അപ്പോൾ അവർ ആ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അവന് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു തെറ്റുമല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലിപ്പോൾ എന്താ എത്ര തെറ്റുള്ളത് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാലേ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മോൻ വീട്ടിലേക്ക് ഓരോ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നോട്ടെ, അവർ ന്യൂ ജനറേഷനല്ലേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ മോൾക്കും ചെയ്യാലോ, അവളുടെ കാമുകന്മാരെയും ബോയ് ഫ്രണ്ട്സിനെയും വീട്ടിൽ കൊണ്ടുവന്ന് റൂമിൽ കയറ്റിയിരുത്താലോ എന്ന് പറയുമ്പോൾ വൈജ അങ്ങനെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കുണ്ട് ഗേൾ ഫ്രണ്ട്സ്, എനിക്കുണ്ട് കുറച്ച് ലേഡീസ് ഫ്രണ്ട്സായിട്ട്, ഞാൻ എടുക്കുക അവരെയും കൊണ്ടുവരാം, വേറെ ഒന്നിനുമല്ല, എനിക്കൊരു റിലാക്സേഷൻ, എന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അതങ്ങനെ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ അവളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്, അവൾ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ വൈജയ് നിനക്ക് ഇതൊക്കെ തെറ്റായിട്ട് തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ അലീനയോടുള്ള നിനക്ക് ഇഷ്ടക്കേടാണ്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ സംശയം, എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയണം. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പറയുന്നുണ്ട് എനിക്കും കമലടുത്തേക്കും അവൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളല്ലേ അവളെ കൊണ്ടുവന്നത്, അവൾ ഈ വീട്ടിൽ കാല് കുത്തിയ നിമിഷം മുതൽ അവൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന്, അവൾ ആരാ ദേവതയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് വൈജ. അപ്പോൾ സമയത്ത് പിന്നെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ കാലൊന്ന് സുഖപ്പെട്ടോട്ടെ, അവളെ ഞാൻ കഴക്കൂട്ടം വരെ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് വൈജ പോവാണ്. അത് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ബാലചന്ദ്രൻ. ഇത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.